എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചെറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ കറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇതാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഏത്തക്കായയും ഒരു കഷ്ണം ചേന എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏത്തക്കായ എടുക്കുമ്പം അത്യാവശ്യം നല്ല മൂത്ത കായ നോക്കിയിട്ട് എടുക്കണേ. പിന്നെ ഞാൻ ഇത്രയും ചേന എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതാ ഈ ഏത്തക്കായയുടെ തൊണ്ടൊന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തൊണ്ട് കളയാന്ന് വെച്ചാൽ ഏത്തക്കായയുടെ അങ്ങനെ മുഴുവനായിട്ട് കളയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചീമ്പി കളഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കായയും ചേനയും തന്നെയാണ്. എന്നാലും ഞാൻ എന്താ ഒന്ന് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് ഒരു 5-10 മിനിറ്റ്. കാരണം ഏത്തക്കായ്ക്ക് ചെറിയൊരു കറയുണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പം ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നും കട്ട് ചെയ്തെടുക്കേണ്ട, അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇരുന്നോട്ടെ. കാരണം കറി തയ്യാറാക്കി കഴിയുമ്പം ഈ ഏത്തക്കായ അങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് അത്ര രുചി ഉണ്ടാവില്ല. നമുക്ക് കഷ്ണമൊക്കെ കഴിക്കുമ്പോഴല്ലേ കുറച്ച് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതാ ഈ വലുപ്പത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തോളൂ. അതിനുശേഷം ഞാൻ എന്താ ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേന ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചേനയുടെ തൊണ്ട് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചേനയുണ്ടല്ലോ പെട്ടെന്ന് വെന്ത് പോകുന്ന ചേനയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടി നമ്മൾ ഇടയ്ക്ക് ഇത് കറി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് നുറുക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ ചേനയും കായയും കൊണ്ട് മോരുകറിയാണ് വയ്ക്കാറുള്ളത്, കാളൻ മോരുകറി. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒന്നാണ് കായയും കൊണ്ടോ ചേനയും കൊണ്ടോ ഒക്കെ മുളോഷിയാണ്. പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ, ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും ഈ കറി. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തിട്ട് അതിൽ തയ്യാറാക്കി നോക്കൂ, ടേസ്റ്റ് അല്പം കൂടും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, നമ്മുടെ സാധാ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം കറിവേപ്പില തന്നെ ഇട്ട് കൊടുത്തോളൂ. കറിവേപ്പില വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് വരുമ്പം നല്ല രുചിയും അതുപോലെ നല്ല മണവും നമ്മുടെ കറിക്ക് കിട്ടും. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 5-6 അത്രയും മതി ചെറിയുള്ളി. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലേക്ക് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിതിനകത്തേക്ക് വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ, 1 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. ഇതിനകത്തേക്ക് കാന്താരി മുളകോ പച്ചമുളകോ ആണ് കൂടുതലും എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കണേ, മൺചട്ടിയാണ്, പെട്ടെന്ന് ചൂടായി പോവും. പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ കരിഞ്ഞു പോരുത്, അതുകൊണ്ടാണ് കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും കായയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേനയും കായയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. അപ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടണത്. സാധാരണ നമ്മളിത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണല്ലേ തയ്യാറാക്കാറുള്ളത് കറി. പക്ഷേ ഇങ്ങനെ തയ്യാറാക്കാത്തവരൊന്ന് ചെയ്തു നോക്കൂ, കറിക്ക് പ്രത്യേക ഒരു രുചിയായിരിക്കും കേട്ടോ. ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മൊരിച്ച് തന്നെ എടുക്കണം. പിന്നെ ഈ കറി അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും നമ്മളതിനകത്തേക്ക് ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ മൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക, ഓൾ എന്ന ഓപ്ഷനും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമുക്കത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് പച്ചമുളകോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാന്താരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എത്രത്തോളം നമ്മളിത് മൊരിച്ചെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ കറിക്ക്. ഇനി ഞാൻ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ. നമ്മളില്ലാതെ വാളംപുളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തക്കാളിക്ക് പുളി ഇല്ലാത്തതാണെങ്കിൽ 2 എടുത്തോളൂ. ഇത് നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ 1 ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം. അപ്പോൾ വെള്ളം കൊടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുക, ഈ കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഉള്ള ചേനയുണ്ടല്ലോ, ഒരുപാട് വേവാത്ത ചേനയായിരിക്കും ചിലപ്പോൾ അല്ലേ. പെട്ടെന്ന് വേവാത്തതാണെങ്കിൽ കുക്കറിൽ തന്നെ തയ്യാറാക്കി എടുത്തോളൂ. ഇതുപോലെ തന്നെ കുക്കറിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് ചേർത്തിട്ട് നമ്മളൊന്ന് വിസിൽ കേൾപ്പിച്ചാൽ മതി. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കേണ്ട, ഒരു സെക്കൻഡ് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ചേനയും കായയും പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് വേഗം വെന്തോളും. അതവിടെ ഇരുന്ന് വേവട്ടെ, അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നാളികേരമാണ്, ഒരു ബൗൾ നാളികേരം എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുക.
പിന്നെ ചേർത്ത് കൊടുത്തത് കാന്താരി മുളകാണ്. കാന്താരി മുളക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പച്ചമുളക് ചേർത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഞാൻ ചേർക്കുന്നില്ല, ഇഷ്ടമാച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം, ഒരുപാട് ചേർക്കരുത്, ഒരു 1/4 ടീസ്പൂൺ. ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മൺചട്ടിയിലാണല്ലോ തയ്യാറാക്കുന്നത്, വെള്ളം വറ്റി പോയിട്ടുണ്ടോ എന്നറിയാൻ. അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്, പുളിയും അതുപോലെ തന്നെ കറക്റ്റ് പാകമാണ്. ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി വേവാനുണ്ട്, ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ. ഒരു 2 മിനിറ്റിനുള്ളിൽ എനിക്കിത് വെന്ത് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വേവുന്ന ചേനയാണ്. കായ പിന്നെ നമുക്കറിയാം, ഏത്തക്കായ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതാ നമ്മൾ ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. അരപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം ഒഴിച്ചു കറിയാണല്ലോ. അതുപോലെ ഈ ചേനയും കായൊക്കെ കറി വയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിയുമ്പം ഭയങ്കര കട്ടിയായി പോവും, തിക്കായി പോവും. അതുകൊണ്ട് നമ്മളിത് ഇറക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ ഇറക്കി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഊണ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും കിട്ടില്ല, ഇങ്ങനെ പുഴുക്ക് പോലെയായി പോവും. അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ആ നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് മാറിയിട്ട് ആ കറക്റ്റ് ഗ്രേവിയോട് കൂടി നമുക്കതായി കറി കിട്ടും. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ, ഒരു നാടൻ രീതിയിലുള്ള കറി. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ചേനയും കായും കിട്ടുകയാണെങ്കിൽ മോരുകറിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു കറി. ഇനി നമ്മൾക്കിതിനകത്തേക്ക് ഒന്ന് വറുത്തിടും കൂടി വേണം. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിലാണ്, ഒന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കണം, ഇല്ലാച്ചാൽ നമ്മൾക്കിടെ കറി ഉണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് തിക്കായി പോവും. അപ്പം ഞാൻ അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ ഒരു 4-5 വറ്റൽ മുളക്, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് എന്തായാലും ചെറിയുള്ളിയും കൂടി ചേർക്കണം കേട്ടോ. ഒരു 3-4 ചെറിയുള്ളി ഒന്നരിഞ്ഞിട്ട് വറുത്തിടുക. നമ്മുടെ ഇതുപോലെയുള്ള കറികൾക്ക് ഒഴിച്ചുകറി തയ്യാറാക്കുമ്പം ആ ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് വറുത്തിടുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ ഞാൻ എൻ്റെ കറികളിലെല്ലാം കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാറുണ്ട്. ആ മുളക് പൊടിയും കൂടി ചേർത്ത് മൂത്ത് കഴിയുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ കറിക്ക്. ഇതുപോലെ ചെയ്യാത്തവർ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ചെറിയുള്ളി മൂപ്പിച്ചിട്ട് നമ്മുടെ ഇതുപോലത്തെ നാടൻ ഒഴിച്ചുകറിയുടെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ, അതുപോലെ നല്ല രുചിയാണ്. അപ്പോൾ നമ്മുടെ കായയും ചേനയും കൊണ്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകൂട്ടാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. 10 മിനിറ്റ് മതി നമുക്കത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. നാടൻ കറികൾ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഊണിന് പടവലങ്ങ തോരനും അതുപോലെ നമ്മുടെ ഈ ഒഴിച്ചുകറിയും പപ്പടമായിരുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്